സർവ വിഘ്നങ്ങളെയും നിവാരണം ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്ന വിനായകൻ്റെ പിറന്നാളാണ് വിനായക ചതുർത്ഥി ആഘോഷം. ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥിയായി എല്ലാ വർഷവും ആഘോഷിക്കപ്പെടുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള എല്ലാ ഗണപതി ക്ഷേത്രങ്ങളിലും തിങ്കളാഴ്ച വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ദേവഗണങ്ങളുടെ നാഥനായാണ് ഗണപതി അറിയപ്പെടുന്നത്. മന്ത്രങ്ങളുടെ ഈശ്വരനാണ്. പരമാത്മാവിനെ ദർശിച്ചവനാണ്. സൽക്കർമ്മങ്ങൾ ആരംഭിക്കുമ്പോൾ ആദ്യം വിഘ്നേശ്വരനെ ആരാധിച്ച് ഗണപതിയെ തൃപ്തനാക്കണമെന്നാണ് വിശ്വാസം. വീട്ടിലെ പൂജാമുറികളിൽ പോലും ഗണപതിയെ വന്ദിച്ച ശേഷമാണ് പൂജകൾ തുടങ്ങാറ്. വൈദികവും മാന്ത്രികവുമായ കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഗണപതിയെയും ഗുരുവിനെയും ഉപാസിക്കണമെന്നാണ് വ്യവസ്ഥ. മനുഷ്യ ശരീരത്തിൻ്റെ ഇടതുഭാഗത്ത് ഗുരുവും വലതുഭാഗത്ത് ഗണപതിയും ഉണ്ടെന്നാണ് സങ്കല്പിക്കപ്പെടുന്നത്. വിനായകൻ്റെ പിറന്നാളായ ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷ ചതുർത്ഥിയാണ് വിനായക ചതുർത്ഥിയായി നാടെമ്പാടും വലിയ ആഘോഷപൂർവ്വം കൊണ്ടാടിയത്. കുറുപ്പന്തറ തെക്കേ ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഗണേശ തീർത്ഥാടന കേന്ദ്രമായി അറിയപ്പെടുന്ന മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷങ്ങളോടനുബന്ധിച്ച് അനേകായിരം ഭക്തലക്ഷങ്ങളാണ് വിനായക ചതുർത്ഥി ആഘോഷ ചടങ്ങുകളിൽ സംബന്ധിക്കുന്നതിനായി എത്തിയത്. 8 നാൾ നീണ്ട വിനായക ചതുർത്ഥി ആഘോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് തിങ്കളാഴ്ച നടന്നത്. മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 1008 നാളികേരത്തിൻ്റെ മഹാഗണപതി ഹോമം നടന്നു. ആറന്മുള ശ്രീകുമാറിൻ്റെ നാഗസ്വര കച്ചേരിയോടെയായിരുന്നു ഗണേശമണ്ഡപം ഉണർന്നത്. 7-ന് പ്രശസ്ത സംഗീതജ്ഞർ പങ്കെടുത്ത പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു. ഉച്ചയ്ക്ക് 11:30-യോടെയാണ് 13 ഗജവീരന്മാർ പങ്കെടുത്ത ഗജപൂജയും ആനയൂട്ടും നടന്നത്. കേരളത്തിലെ തന്നെ തലയെടുപ്പുള്ള 13 ഗജവീരന്മാരാണ് ഗജപൂജയിലും ആനയൂട്ടിലും സംബന്ധിച്ചത്. പാമ്പാടി രാജനാണ് മുഖ്യമായും തലയെടുപ്പോടെ നിലയുറപ്പിച്ചത്. വെള്ളയും കരിമ്പടവും വിരിച്ച് ആനയെ ഇരുത്തി ഗണപതി ഭഗവാനെന്ന് സങ്കല്പിച്ച് പൂജിച്ച് ഗജവീരന്മാർക്ക് ഭക്ഷണം നൽകുന്ന ചടങ്ങാണ് ആനയൂട്ട്. തുടർന്ന് ക്ഷേത്രത്തിൽ കാഴ്ചശ്രീബലി നടന്നു. കാഴ്ചശ്രീബലിക്ക് അകമ്പടിയായി കേരളത്തിലെ പ്രമുഖ വാദ്യകലാകാരന്മാരായ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളവും അരങ്ങേറി. വൈകിട്ട് 5:30 നടന്ന കാഴ്ചശ്രീബലിയിൽ കേരളത്തിൻ്റെ മേളാചാര്യൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയും 50-ൽ പരം കലാകാരന്മാരും പങ്കെടുത്ത പഞ്ചാരിമേളവും അരങ്ങേറി. വിനായക ചതുർത്ഥി ആഘോഷങ്ങളിൽ സംബന്ധിക്കുന്നതിനും ആനയൂട്ട് ദർശിക്കുന്നതിനും വിവിധ ക്ഷേത്ര ചടങ്ങുകളിൽ സംബന്ധിക്കുന്നതിനുമായി ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി തിങ്കളാഴ്ച പുലർച്ചെ മുതൽ മള്ളിയൂരിലേക്ക് ഒഴുകിയെത്തിയത്. രാവേറെ വൈകിയും തീർത്ഥാടക പ്രവാഹമാണ് മള്ളിയൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ഉത്സവ പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ട മള്ളിയൂരിലേക്ക് തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം പ്രത്യേക ബസ് സർവീസുകൾ നടത്തിയിരുന്നു. വിനായക ചതുർത്ഥിയുടെ തലേദിവസമായ ഞായറാഴ്ച സംസ്ഥാന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെ മള്ളിയൂരിലെത്തി. അന്തരിച്ച ഭാഗവതവംശം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ സ്മരണകൾ പുതുക്കിയിരുന്നു. വൈകിട്ട് കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി KV തോമസും ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളും ഞായറാഴ്ച വൈകിട്ട് മള്ളിയൂരിലെത്തി വിനായക ചതുർത്ഥി ആഘോഷങ്ങളോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു.